ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും മനോഹരമായൊരു പ്രഭാതം ദൈവം നമുക്കേവർക്കും ദാനമായി തന്നു. കർത്താവിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. ഇന്നത്തെ പ്രഭാതധ്യാനത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം വലിച്ചടിപ്പിക്കുന്ന ശക്തി എന്നതാണ്. അതിന് ആധാരമായിട്ടെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പ്രസ്താവിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും തങ്കിലേക്ക് ആകർഷിക്കും എന്നാണ്. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ മനുഷ്യരെ ആകർഷിക്കുന്ന പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടിലുമുണ്ട്. പല കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്ന ജനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സമ്പത്തിൽ ആകർഷിക്കപ്പെടുന്നവർ, സ്ഥാനമാനങ്ങളിൽ ആകർഷിക്കപ്പെടുന്നവർ, സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടുന്നവർ, ആഘോഷങ്ങളിൽ ആകർഷിക്കപ്പെടുന്നവർ, അങ്ങനെ കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്ന ജനങ്ങളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ആകർഷണമൊക്കെയും എത്ര സമയം, എത്ര കാലം നിലനിൽക്കുകയും അത് അവരാഗ്രഹിക്കുന്ന സമാധാനമോ സന്തോഷമോ തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രദാനം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ വളരെ നൈമിഷികവും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. കാരണം ലോകം നൽകുന്ന സന്തോഷം, ലോകം നൽകുന്ന മറ്റു പ്രതാപങ്ങളൊക്കെയും ജീവിതത്തിൽ നമുക്ക് കുറച്ചു കാലം മാത്രം ആസ്വദിക്കുവാനോ കുറച്ചു കാലം മാത്രം കാണുവാനോ കഴിയുന്ന കാര്യങ്ങളാണ്. ശേഷം വീണ്ടും മനുഷ്യൻ തൻ്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന, നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ശക്തി മാത്രമേ ലോകത്തിലുള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തു മാത്രമാകുന്നു. ദൈവത്തിന് വചനം പ്രഖ്യാപിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നതും അവൻ ഈ ഭൂമിയിൽ ജീവിച്ചതും കാൽവരിയിൽ കുരിശിൽ മരിച്ചതും ഉയർക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും എല്ലാ മനുഷ്യർക്കും വേണ്ടി മാത്രമാകുന്നെന്ന് വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുമ്പോൾ അത് എത്ര പേർ അംഗീകരിക്കുകയും ആ സത്യം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇത് മാറ്റമില്ലാത്ത തിരുവചന സത്യമാകുന്നു. കാരണം കർത്താവ് യേശു ക്രിസ്തു പലപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും നാം ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം എന്ന് നമ്മെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണം, 7 വട്ടം ക്ഷമിക്കണം എന്ന് കർത്താവ് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നാം പരസ്പരം സ്നേഹിക്കപ്പെടുകയും പരസ്പരം ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഉപദേശങ്ങളും തിരുവചനത്തിലുള്ള വാക്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഏവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവമായിട്ട് നിലനിൽക്കുമ്പോൾ നാം ഈ ലോകത്തിലുള്ള മറ്റ് ആകർഷണ സ്ഥലങ്ങളിലേക്കോ ആകർഷണ കേന്ദ്രങ്ങളിലേക്കോ നാം നമ്മുടെ ശ്രദ്ധ തിരിച്ച് ഈ ലോകത്തിൻ്റെതായ ഭൗമിക ജീവിതത്തിൽ തീർച്ചയായിട്ടും നിത്യമായിട്ടുള്ളത് എന്താകുന്നു, ശാശ്വതമായിട്ടുള്ളത് എന്താകുന്നു, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന എന്താകുന്നു, അനുഗ്രഹം നൽകുന്ന എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ
വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് ആ വചനം അനുസരിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഇത് പഠിപ്പിക്കുന്നു. അത് ഈ ലോകത്ത് ഇന്ന് വരെയും എങ്ങനെ നിലനിൽക്കുന്നു, എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ അത് രൂപാന്തരം വരുത്തിയിരിക്കുന്നു, എത്രയോ പേരെ ഒരു ശാശ്വത മാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു, എത്രയോ പേർ മാനസാന്തര അനുഭവത്തിൽ നല്ല മക്കളായി ദൈവത്തിന് നല്ല കുഞ്ഞുങ്ങളായി ഇപ്പോഴും ലോകത്ത് ജീവിക്കുന്നു എന്ന് നാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനും ആ വചനത്തിൽ ആകർഷിക്കപ്പെടുവാനും ആ ആകർഷണ വലയത്തിൽ നമ്മളായിത്തീരുവാനും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തിലുള്ള മറ്റ് മനുഷ്യരെയും നമ്മിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഒരു സമൂഹമായി ഒരു കൂട്ടമായി കർത്താവിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഒന്നിച്ച് നമുക്ക് ഈ ലോകത്ത് വളരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു എന്ന് നമ്മൾ ഈ പ്രഭാത ധ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രൂശിൽ കർത്താവ് പ്രദർശിപ്പിച്ച സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം സ്നേഹിക്കപ്പെടുവാനും ആകർഷിക്കപ്പെടുവാനും പരസ്പരം ചേർത്ത് നിർത്തുവാനും നമുക്ക് ഒരുവൻ തൻ്റെ സ്വന്തം സഹോദരനെ കണ്ടുകൊണ്ട് വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയിൽ നിന്ന് ജനിച്ച നമ്മുടെ സഹോദരനല്ല, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ സഹോദരനായിട്ട് കാണുന്നത്. അപ്പം ആ ഒരു സഹോദര ബന്ധത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നിച്ച് കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ മക്കളാക്കി തീർക്കുന്ന ഒരു ദിവസത്തിലേക്ക്, ആ പ്രത്യാശയിലേക്ക്, ആ സന്തോഷത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഏവർക്കും കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് ജീവിപ്പാനും ആ കർത്താവ് നൽകുന്ന സ്നേഹത്തിൽ നമുക്ക് നിലനിൽപ്പാനും ആ സ്നേഹം മറ്റുള്ളവരായിട്ട് പങ്കുവെച്ചുകൊണ്ട് ആ സ്നേഹത്തേക്ക് മറ്റുള്ളവരെ നമുക്ക് ആകർഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് കണ്ണുകളെ അടിച്ച് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, എവിടെയെങ്കിലും ഈ പ്രഭാതത്തിൽ ചിന്തിച്ചതുപോലെ എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നല്ല സ്നേഹം തന്നു. അവിടുത്തെ വചനത്താൽ അടിയങ്ങളെ ആശ്വസിപ്പിച്ചു. അവിടുത്തെ സന്തോഷം അടിയങ്ങൾക്ക് അവിടുന്ന് തന്നു. ഈ സമൂഹത്തിൽ അടിയങ്ങൾക്ക് കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ കണ്ടങ്ങൾ ക്ഷമിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും സമാധാനത്തിനും ആശ്വാസമായി നിലനിൽക്കുവാനും സമൂഹത്തിൽ സന്തോഷം കാണുവാൻ തക്കവണ്ണം, അത് അനുഭവിക്കാൻ തക്കവണ്ണം അടിയങ്ങളുടെ പ്രവൃത്തികൾ അതിന് സഹായമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. ഇന്നത്തെ ധ്യാനത്തിൽ സംബന്ധിച്ച എല്ലാ നിന്റെ മക്കളെയും, തിരുവചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. തുടർന്നും കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള നല്ല മനസ്സിനെ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൂട്ടുകണം. സകല നന്മകൾക്കായി നന്ദിയോടെ ദിനെ സ്തുതിക്കുന്നു. മാനവത്വ കർത്താവെ അവിടുന്ന് കിട്ടുക്കണം. എല്ലാ അടികൾക്കായി ജീവനെ തന്ന യേശു നമ്മൾ ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.